ഭദ്രം കലയതി ഇതി ഭദ്രകാളി. പൂജാവിധാനങ്ങളിൽപ്പെട്ട് പറയുമ്പോൾ ഭദ്രകാളി വിധാനമായിട്ടും ഭഗേശ്വര കഴിക്കാം, ദുർഗാവിധാനമായിട്ടും ഭഗേശ്വര കഴിക്കാം, പാർവതി വിധാനമായിട്ടും ഭഗേശ്വര കഴിക്കാം. ഗണപതിയവും ഭഗേശ്വരയുടെ പ്രത്യേകത ഏറ്റവും സിമ്പിളും ഏറ്റവും മണിക്കൂറുകൾ കഴിക്കാം. ഒരു ഗണപതിയവും അഷ്ടദ്രവണിയോ 8 മണിക്കൂർ കൊണ്ട് കഴിക്കാം. ഒരു ഭഗേശ്വര വേണമെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് കഴിക്കാം. 15 മിനിറ്റ് കൊണ്ടും ഗണപതിയവും കഴിക്കാം, 5 മിനിറ്റ് കൊണ്ടും ഗണപതിയവും കഴിക്കാം, 15 മിനിറ്റ് കൊണ്ടും അന്തി നമസ്കാരം എന്ന് പറയുന്നു. അന്തി നമസ്കാരം എന്ന് പറയുന്നതിനെ നമ്മൾ അന്തിസ്കാരമായിട്ട് മാറ്റി എന്നർത്ഥം. അന്തി നമസ്കാരമായിട്ട് അന്തിസ്കാരമായിട്ട് മാറ്റിയപ്പോൾ സന്ധ്യാസമയത്ത് തിരിവെച്ച് 5 തിരിയിട്ട് ദുർഗാവിധാനമായിട്ടും ഭദ്രകാളി വിധാനമായിട്ടും പാർവതി വിധാനം. ദുർഗാവിധാനമായിട്ട് ദുർഗമനെന്ന അസുരനെ നിഗ്രഹിച്ച സങ്കല്പത്തിൽ ശത്രുദോഷങ്ങൾ മാറാനായിക്കൊണ്ടാണ് ദുർഗാവിധാനമായിട്ടുള്ളതായ പൂജകൾ വരുന്നത്. ഭദ്രകാളി വിധാനമായിട്ട് വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും ശാരീരികമായ സ്കിൻ ഡിസീസ്, അതുപോലെ തന്നെ മസൂരി മുതലായ അസുഖങ്ങൾ, ജിക്കമോസ് മുതലായവയ്ക്കുള്ള പ്രതിവിധാനമായിട്ടാണ് ഭദ്രകാളി വിധാനം. ഭദ്രകാളിയുടെ മുഖത്തുമൊക്കെ നമുക്കറിയാം കീഴിലെ മുന്നിയൊക്കെ ആടുമ്പോൾ, ഭദ്രകാളിയായിട്ട് ആടുമ്പോൾ നമുക്കറിയാം ആ മുഖത്ത് വസൂരികളുടെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓരോ ചിഹ്നങ്ങൾ വിറ്റിയിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ ഭഗേസേവ കഴിക്കുമ്പോൾ നമുക്കറിയാം എല്ലാം അവിടെ കഴിക്കപ്പെടുന്നു അർത്ഥം. ബാലാക്കായിട്ട് സർപ്പഭാം കരതലയിൽ ഒലംബമാലാ ഗുലാം മാലാം സന്തതിയും മനോഹരതിനും മന്ദസ്മിതോദ്യന്മുഖിം മന്ദമന്ദോപേയുഷം മരയിതും ശംഭും ജഗന്മോഹിനിയും വന്ദേ ദേവം മുനീന്ദ്രവന്ദിതാം ഇഷ്ടാർത്ഥതാം പാർവതിയും. ഇഷ്ടാർത്ഥതാം പാർവതിമൂർത്തിയെ സങ്കല്പിച്ചുകൊണ്ട് സ്വയംവരമന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുക. അതുപോലെ തന്നെ ഘോരേ സംഹാരവിനോ പ്രളയമോരേ ഹത്യശ്മശാന എന്നുള്ളതായ ഇതും കൊണ്ട്. പിന്നെ മലയാളത്തിലോ ഞങ്ങളുടെ സ്വന്തമായ മാങ്കുളം കുടപ്പൻ്റെ സ്വന്തമായ കാര്യക്കോട്ടമ്മയുടെ ഉപാസനയായ മലയാളത്തിലുണ്ട്. ജയജഗദീശേ ജലധനികാശേ ജനിമറി ശൂന്യെ. കൂടുതലത് വിസ്തരിക്കാൻ പാടില്ല. പൊതുവായിട്ടത് സമാപിക്കുന്നത് മിറ്റേ മുട്ടേ 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 ഗൗരിമാരി ശാന്തേ കാന്തേ ഗൗരി നമസ്തേ ജനനി നമസ്തേ എന്നാണ്. അപ്പം ഉജ്ജ്വല മുഹൂർത്തങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതായ ഒന്ന് അത് സഗുണ ഉപാസനയിലൂടെ വരുമ്പോൾ അത് അഷ്ടദളായിട്ട് കഴിക്കാം. ഇനി അതല്ല കടുന്തൂടിയായിട്ട് കഴിക്കാം. ഇനി അതല്ല സ്വസ്തികമായിട്ട് കഴിക്കാം. ഇനി അതെല്ലാം ഇതിനപ്പുറമായിക്കൊണ്ട് വേറൊന്നുണ്ട്, ശ്രീചക്ര പൂജ. കേരളത്തിലെ ആർക്കൈ മണ്ഡലാസ് എന്ന് പറയുന്ന ആർക്കൈ, പിന്നെ പയ്യന്നൂർ 1-2 പേര്, പിന്നെ തിരുവല്ല സൈഡിൽ ഒരാൾ, അങ്ങനെ 4-5 പേർക്ക് മാത്രമേ ശ്രീചക്ര വിധി ശരിക്കും വിധിച്ചിട്ടുള്ളൂ. അവർക്ക് മാത്രമേ അത് വരയ്ക്കാറുള്ളൂ. ശ്രീചക്ര വിധി അനുസരിച്ച് ശ്രീചക്ര പൂജയ്ക്ക് ഉള്ള പ്രത്യേകത ആവാഹിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അവിടെ വിളക്ക് പോലും വേണ്ട ശ്രീചക്ര പൂജയ്ക്ക്. ശ്രീചക്രത്തിലേക്ക് അർച്ചിക്കുകയാണ് ചെയ്തത്. ശ്രീചക്രത്തിനടുക്കും ശ്രുതജന ഹൃദയത്തെങ്കിലും ദുഷ്ടദൈത്യ ശ്രീചക്രത്തെ തടുക്കാൻ അടരിടി ഉരുടെന്നിലും. അപ്പോൾ നമുക്കറിയാം ശ്രീചക്രം. ഇനിയോ വൈഷ്ണവ സംബന്ധമായിട്ട് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുണ്ടെന്ന സുദർശന ചക്രം, സുദർശനം സൃഷ്ടദൃശ്യത നല്ല രീതിയിൽ നോക്കുക എന്നർത്ഥം. പിന്നെ മഹാദേവൻ്റെ കയ്യിലുള്ള എന്തൊക്കെയാണ്? പഞ്ചാസ്യം മഴുമാൻ വരാഭകരം പൂഞ്ചായൽ. മഹാദേവൻ്റെ കയ്യിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം മാനും മഴുവാണ്. മഴുവിൻ്റെ പ്രത്യേകത വെട്ടി നശിപ്പിക്കുന്നതായ ഒരു ദുഷ്ടതയെ നിഗ്രഹിക്കാനും, പിന്നീടോ മാനിൻ്റെ പ്രത്യേകത ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന രീതിയിൽ ഒന്ന് പിടിച്ചു നിർത്താനായിക്കൊണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്താനായിക്കൊണ്ടിട്ടാണ് മാനിൻ്റെ പ്രതീകം. അവിടെ സീതാദേവിക്ക് പറ്റി, സ്വർണ്ണമാനിനെ കണ്ടപ്പോൾ പോയപ്പോൾ പറ്റി. അപ്പോൾ ആഗ്രഹത്തിൻ്റെ പ്രത്യേകമായ ഒന്ന് മഹാദേവൻ്റെ കയ്യിലിരിക്കുമ്പോൾ ആദ്യത്തെ പ്രത്യേകമായ മുറുക്കെ പിടിച്ചിരിക്കുന്നത് എന്താണ്? മാൻ എന്ന് പറയുന്നത് ആഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. മാനിൻ്റെ പുറമേ പോകരുത്, ഐശ്വര്യത്തിൻ്റെ പുറമേ പോകരുത്. സ്വർണ്ണമാനിനെ കണ്ടപ്പോൾ സീതാദേവിക്ക് പോലും പറ്റി. ലക്ഷ്മണരേഖയെ മറികടന്നപ്പോൾ നമുക്കറിയാം സംശയമൊന്നുമില്ല മഹാദേവൻ്റെ കയ്യിലും അങ്ങനെയാണ്. ഇനി ഗണപതിയെ സംബന്ധിച്ചോളം ഗണപതിയുടെ 36 കൈകളോളം തൻ്റെ പത്നിയെ മടിയിലിരുത്തിക്കൊണ്ടും സത്യകൻ എന്ന പുത്രനെ മടിയിലിരുത്തിക്കൊണ്ടും ഒക്കെ ഗണപതിയെ ഉപാസിക്കുമ്പോൾ അതിൻ്റെ ആയുധങ്ങളും പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഈശ്വര ഭാവങ്ങൾ വ്യത്യാസമല്ല. ഗുരുവായാലും ഗണപതിയായാലും ഭദ്രകാളിയായും അല്ലെങ്കിൽ നരസിംഹമൂർത്തിയാണെങ്കിലും മഹാദേവനാണെങ്കിലും ആണെങ്കിലും കിരാതമൂർത്തിയാണെങ്കിലും അഘോരമൂർത്തിയാണെങ്കിലും ഏറ്റുവാനൂരപ്പനാണെങ്കിലും ഇനിയോ കുരിക്കാട് തേവരാണെങ്കിലും പെരുമ്പള്ളി തേവരാണെങ്കിലും ഇതെല്ലാം ഒന്നാണ്. ഒരു പത്മത്തിൽ തന്നെ ഒരു ഈശ്വരൻ സ്വീകരിക്കാതിരിക്കില്ല. ഒരു പത്മത്തിൽ തന്നെ ഛന്ദസ് മാറ്റി കുത്തിക്കൊണ്ട് ഭഗവതിയുടെ ഛന്ദസ് മാറ്റി തൊട്ട് ഭഗവതിയുടെ ഉപാസനയിൽ തന്നെ, ഭഗവതിയുടെ പൂജയിൽ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കാം. ഒരു കുഴപ്പമില്ല, രാശി വയ്ക്കാം അവിടെ.
അത് പല പൂജകളിലും പരിഹാരക്രിയകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഒരു പത്മത്തിൽ തന്നെ പലരും തേവണംകോട് നാരായണചേട്ടനൊക്കെ ഒരൊറ്റ പത്മത്തിലാണ് മഹാദേവൻ്റെ പുഷ്പാഞ്ജലി, ഭഗവതിയുടെ പുഷ്പാഞ്ജലി, വിഷ്ണുവിൻ്റെ പുഷ്പാഞ്ജലി. ഒരു പീഠത്തിൽ തന്നെയാണ് തേവണംകോട് നാരായണചേട്ടൻ, തേവണംകോട് മുത്തശ്ശൻ ഞങ്ങളെ വാസ്തു അടക്കം പഠിപ്പിച്ചതായ, ഞങ്ങൾക്ക് ക്ഷേത്ര ആചാരങ്ങളെ പഞ്ചവർക്കത്തറയെ പറ്റി പഠിപ്പിച്ചതായ തേവണംകോട് നാരായണ മുത്തശ്ശൻ നമുക്ക് മറക്കാൻ പറയാത്ത ഒന്നാണ്. ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ കുഴിച്ചോട എന്ന് പറയുമ്പോൾ അവിടെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ലഭിക്കുന്നതായ അദ്ദേഹത്തിൻ്റെ അറിവ്. ഇവിടെ കുഴിച്ചോട, ഇവിടെ 6 കോലിൽ വെള്ളം കാണും എന്ന് പറയുന്നതായ, സ്വർണം പോലുമില്ലാതെ, സ്വർണ്ണാരൂഢം പോലുമില്ലാതെ വെള്ളം കണ്ടുവരുന്ന അദ്ദേഹം. നമ്മൾ കഴിച്ചിരുന്നതായ നമുക്കറിയാം കൊളക്കുന്ന് തേവരുടെ അവിടെ അദ്ദേഹം അവിടെ വന്നപ്പോൾ ഈ കിണറിൽ ഒരു കാര്യം ചെയ്തു. കിണറിൽ ആദ്യം വെള്ളം എടുക്കേണ്ട അവിടെ ഇറങ്ങിക്കുള്ളൂ, അവിടെ ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞ് ആ ശിവലിംഗത്തെ അവിടെ കൊളക്കുന്നേൽ പ്രതിഷ്ഠിച്ചപ്പോൾ ശാസ്താവിൻ്റെ സമീപം ശ്രമിച്ചപ്പോൾ അവിടെ ഒരു പുലിയും കൂടെ ഉണ്ടാക്കി വെച്ചോളൂ, ഒരാൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്രയേറെ ജ്ഞാനമുള്ളതായ ഒരു തലമുറയുടെ മുന്നിലൂടെ പോരുമ്പോൾ അവരിൽ നിന്ന് കിട്ടിയതായ അറിവുകൾ ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ സംശയമൊന്നുമില്ല, ഒരൊറ്റ പീഠത്തിൽ അല്ലെങ്കിൽ ഒരൊറ്റ മൂർത്തിക്ക് ഛന്തസ് മാറ്റി ചൊല്ലിയെന്ന് വെച്ച് സ്വീകരിക്കാണ്ടിരിക്കില്ല. എപ്പോൾ വേണമെങ്കിലും രാശി വെച്ചോളൂ, അത് കറക്റ്റായിരിക്കും. അപ്പോൾ എരുതരെ വരുന്നവർക്ക് തുരുതരെ വരുന്നതായ അനുഗ്രഹമായ തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രം. എത്ര പേര് വരുന്നു എന്നല്ല, എത്ര ആൾക്കാർ വരുന്നു എന്നല്ല, എത്ര ഒരാൾ ഡെഡിക്കേറ്റഡായിട്ട് ഒരു ക്ഷേത്രത്തിലുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, ആ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടും. എല്ലാവർക്കും തൊഴുവാനായിക്കൊണ്ട് 12, 20, 24, 36, 108 പ്രദക്ഷിണം വയ്ക്കാനുള്ള സൗകര്യത്തോടു കൂടി തന്നെ അവിടെ കല്ലുവിരിക്കലിൻ്റെ ചടങ്ങുകൾ ഒക്കെ ഒരുവിധം കഴിയാറായി. ഇനി കുറച്ചുകൂടെ തീർക്കണം. വെറും 10% മാത്രമേ പൈസ നമുക്ക് പിരിച്ചു കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ സഹകരണങ്ങൾ, നേരത്തെ ആൾക്കാർ തിരുമേനിയും അവിടെ ഇതാണ് കാല് തട്ടും കയ്യ് തട്ടായിട്ടാണ്, കാഞ്ഞിരത്തിൻ്റെ കുറ്റിയാണ്, അതൊക്കെ മാറി ഇപ്പോൾ സൗകര്യമായിട്ട്. ഇന്നലെ 2 കുട്ടികൾ ഇവിടെ വന്നിരുന്നു. അവർ തിരുമേനി 3 പ്രദർശനം വെച്ചിട്ട് വെച്ചാൽ 3 അല്ല 12 ആ കുട്ടികൾ ഓടിക്കളിച്ച് ഇവിടെ മുമ്പോട്ട് പോയെങ്കിൽ സംശയമൊന്നുമില്ല. കുട്ടികളൊപ്പം മനസ്സിന് ശുദ്ധത, നിസ്സംഗ ബുദ്ധിയും വന്നുവെങ്കിൽ തട്ടിക്കളയാം ഈ സംസാര ദുഃഖത്തെ ചെറ്റെന്നു നിങ്ങൾ അറിഞ്ഞിടണം. സംസാര ദുഃഖത്തെ മാറ്റാൻ കുട്ടികളൊപ്പം മനസ്സിന് ശുദ്ധത വരാനായിക്കൊണ്ട് നടക്കുന്നതായ എല്ലാ ഭാഗവതാദി പുരാണങ്ങളുടെ അസമന്നൂർ ക്ഷേത്രത്തിൽ മുൻ ശബരിമല മേശാന്തിയുടെ സഹോദരൻ ഒരുപാട് പ്രാവശ്യം പുത്തിലം മധുവേട്ടൻ്റെ കൂടെ ഒരുപാട് പ്രാവശ്യം കൂട്ടുവായനയ്ക്ക് പോയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം അദ്ദേഹം പ്രഭാഷണത്തിനും അവസരം നൽകിക്കൊണ്ട് വെൺമണി കൃഷ്ണേട്ടൻ്റെ ശിഷ്യൻ, ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന മധുനാരായണൻ നമ്പൂതിരിയുടെ തിരുവല്ലാഴപ്പൻ്റെ അടുത്ത് സപ്താഹം നടക്കുമ്പോൾ നമുക്കറിയാം ഈ ഗുരുനാഥന്മാരൊക്കെ നിയർ ബൈ സത്സംഗത്തെ നിസ്സംഗത്തെ നിർമോഹത്തെ നിശ്ചലത്തെ ജീവൻ മുക്തി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ സംശയമൊന്നുമില്ല. എല്ലാ ആചിനോദി ഇത് ശാസ്ത്രാണി ആചാര്യ സ്ഥാപയത്തെ സ്വയം ആചാര്യ ചെയ്വ ആചാര്യ ഇത്യുച്ചത. സ്വയം ആചരിച്ച് കാണുമ്പോൾ മാത്രമേ ആചാര്യനായിത്തീരുന്നു. അതിശക്തമായ ചൂട്, അതിശക്തമായ മഴ, അതിശക്തമായ ചൂട്, എത്ര മഴ പെയ്തിട്ടും ചൂട് കുറയുന്നില്ല. മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ആവാസ വ്യവസ്ഥകളെ നശിപ്പിച്ചതിൻ്റെ, കാട് കയറി നശിപ്പിച്ചതിൻ്റെ, കാട്ടിൽ നിന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആനയും പെരുമ്പാമ്പും ഒക്കെ അമ്പലത്തിന് മുറ്റത്തൊക്കെ ഇറങ്ങി തുടങ്ങി. കാട്ടിലുള്ളതിനെ കാട്ടിൽ കയ്യേറി അതിനുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങൾ നശിപ്പിച്ച് ആവാസ വ്യവസ്ഥകളെ നശിപ്പിച്ച് വീടടക്കം എല്ലാവർക്കും റോഡടക്കം എല്ലാവർക്കും ടൈലിട്ട് ജലം ഒഴുകിപ്പോകാനുള്ള സൗകര്യങ്ങളില്ല ആയിക്കൊണ്ട് ഉഷ്ണമായ ഭൂമിയെ കുളിരണിയിക്കാനായിക്കൊണ്ട് മഴ പെയ്യുമ്പോൾ സർപ്പക്കാവുകളടക്കം ഷീറ്റ് മേഞ്ഞ് വീട് പോലെയാക്കുമ്പോൾ നമുക്കറിയാം ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കാൻ ദയവ് ചെയ്ത് സർപ്പക്കാവുകളൊക്കെ അത് ഷീറ്റൊന്നും മേയാതെ അതിനെ എങ്ങനെയാണോ പ്രകൃതിദത്തമായ രീതിയിൽ കാടും കയറി എങ്ങനെയാണോ മഴയും വെയിലും കൊണ്ടുകൊണ്ടത് അത് തന്നെയാണ് യഥാർത്ഥ ആവാസ വ്യവസ്ഥ. ആ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ചെടി പോലും നശിപ്പിക്കാതെ, ഒരു മരം പോലും വെട്ടാതെ, ഒരു ജീവിക്ക് പോലും നമ്മൾ സ്കൂട്ടറിൽ പോകുമ്പോഴാണെങ്കിൽ പോലും ഒരു ജീവിക്ക് പോലും അപകടം പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അവനവന് അറിവുള്ളത് മാത്രം ചെയ്താൽ മതി. ഗുരുനാഥന്മാർ അറിയാതെ ചെയ്തു. നീന്തലറിയാത്തവർ വെള്ളത്തിലിറങ്ങിയാൽ അത് അപകടം പറ്റും. നഷ്ടപ്പെടുന്നത് ആർക്കാണ്? നഷ്ടപ്പെടുത്തുന്നത് സ്വന്തം കുടുംബത്തിന്. ആ ജീവൻ പോയേക്കുന്ന ഈ ജീവനൊന്നും അറിയുന്നില്ല എന്നർത്ഥം. ജീവൻ കഴിഞ്ഞു, ആ ജീവനൊന്നും അറിഞ്ഞില്ല, പിന്നെ പുതപ്പിച്ച് അവിടെ കടത്തിയേ ഉള്ളൂ. അപ്പോൾ അവനവൻ അറിയാൻ പാടില്ലാത്ത ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ, എന്നോട് മരത്തിൽ കയറി വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മരത്തിൽ കയറി വെട്ടുമ്പോൾ ഞാൻ പുറപുറവും എനിക്ക് മരത്തിൽ കയറി പരിചയമില്ല. മരത്തിൽ കയറി പരിചയമുള്ളവനെ മരത്തിൽ കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ദൈവം ചെയ്തൊരു അഭ്യർത്ഥനയാണ്, ദൈവം ചെയ്ത് നീന്തൽ അറിയാൻ പാടില്ലാത്തവർ ഒരു ചെറിയ കുളത്തിൽ പോലും, ഒരുപാട് പേർക്ക് ദുഃഖങ്ങളുണ്ടാവും, ഒരു ചെറിയ കുളത്തിൽ പോലും ദൈവമായത് ഇറങ്ങരുത്. ധാരാളം വെള്ളം കോരിത്തരാം, എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ. നീന്തൽ അറിയാവുന്നവർ മുകളിലേക്ക് വെള്ളം കോരിത്തവർ നീന്തൽ അറിയാൻ പാടില്ലാത്തവർ യാതൊരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. ജലം
തേവൻകുളം നാരായണ ചേട്ടൻ പറഞ്ഞ പെണ്ണ്, പട്ടി, പാമ്പ്, വെള്ളം മുതലായ വളരെയേറെ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറയാറുണ്ട്. തേവൻകുളം നാരായണ ചേട്ടൻ പറയുന്നത് ഇന്നും ആ മുത്തശ്ശൻ്റെ കാലം കഴിഞ്ഞാൽ പോലും ഇപ്പോഴും ഓർക്കുന്നതാണ്. വെള്ളം, പട്ടി, പാമ്പ്, വന്യജീവികൾ, ഇത് സൂക്ഷിക്കണം. ഇനി ഒരാൾ പോലും, ഒരു ആന ഓടിക്കൊണ്ട് ചൂടത്ത് ഒരാൾ പോലും മരണപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.